ചീത്ത് കെട്ടി കണ്ടത്തിലിറക്കുന്ന എന്നാത്തിനാ? ഹല്ലേലൂയ. അറിയാവുന്നുള്ളൊരു ഹല്ലേലൂയ പറ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്നൂടെ ഒരു ഉഴക്കം നടക്കണം, ഒരു ഉഴക്കം നടക്കണം. നടക്കണ്ടേ? കണ്ടത്തിനെ ഒന്ന് ഇളക്കി മറിച്ച് എങ്കിൽ മാത്രമേ വിത്തിട്ടാൽ ഫലമുള്ളൂ, എങ്കിൽ മാത്രമേ വിത്ത് വീണാൽ ഫലമുള്ളൂ. പാറപ്പുറത്ത് വീണാൽ ഫലമില്ലേ, വഴിയറമ്പിൽ വീണാൽ ഫലമില്ലേ, മുള്ളിനിടയിൽ വീണാൽ ഫലമില്ലേ. നല്ല നിലത്ത് വീണാൽ ഫലമുണ്ട് സഹോദര, നല്ല നിലത്ത് വീണാൽ ഫലമുണ്ട് സഹോദരി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇളക്കി മറിക്കണം. നല്ലവണ്ണം കണ്ടത്തെ ഒന്ന് നല്ല ഇളക്കി മറിച്ച് കട്ടകളൊക്കെ ഉടച്ച് ഒന്ന് ക്ലിയറൻസ് ചെയ്താൽ മാത്രമേ വിത്ത് വീണാൽ ഫലമുണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കണ്ടെത്തി വീണ വിത്തുണ്ടല്ലോ, അത് 30 അത് 60 അത് 100 മേനിയായി. വിശ്വസിക്കുന്നവര് കരങ്ങളെ ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചോ, ശക്തിയോടെ ആരാധിച്ച് തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ ചില കട്ടകൾ ഇന്ന് ഉടയാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ചില കണ്ടങ്ങളെ അല്ലെങ്കിൽ ഇളക്കി മറിച്ചിട്ട് തന്നെ വിത്ത് വിതറാനുണ്ട്. മാനസാന്തരമില്ലാത്ത കണ്ട്, മാനസാന്തരമില്ലാത്ത വ്യക്തി കട്ടകളൊന്ന് ഉടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് തയ്യാറായിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കാളയെ കലപ്പയിൽ കെട്ടി കണ്ടത്തിലേക്ക് ഇറക്കുകയാണ്. ഈ കലപ്പയുടെ അടിഭാഗത്ത് ഒരു സാധനമുണ്ട്. ഈ കലപ്പയെ വലിച്ച് ആമേൻ ഇതിന്റെ അടിയിൽ ഇങ്ങനെ മണ്ണിനെ ഇളക്കി മറിച്ചു കൊണ്ടുപോകുന്ന ഒരായുധമുണ്ട്. ഈ ആയുധം ഹല്ലേലൂയ ഈ കലപ്പയും ഈ കാള വലിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. അങ്ങനെ ഈ കണ്ടം നന്നായിട്ട് ഇളകും. ഇളകി ഹല്ലേലൂയ വീണ്ടും വീണ്ടും റൗണ്ട് ചെയ്ത് ഇതിനെ ഇങ്ങനെ കാളയുമായി, ഈ കലപ്പയും കാളയുമായി അതിന്റെ ഒരു ഹല്ലേലൂയ കാമേൻ ഒരു ഉടയനുണ്ട്. ഇതിനെ നന്നായി മിരുക്കി കൊണ്ടുപോകുന്ന, ഇതിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഉടയനുണ്ട്. ആ ഉടയൻ അറിയാം ഈ കട്ടകളൊക്കെ ഉടഞ്ഞു കഴിയുമ്പോ ഹല്ലേലൂയ തീർന്നിട്ടില്ലേ, ഇതെല്ലാം കഴിഞ്ഞ് അവൻ കലപ്പയും കലപ്പയും കാളയും ആളുമായി മാറുമ്പോ അടുത്ത തൂമ്പാപ്പണിക്കാരൻ വരെ. ഈ തൂമ്പാപ്പണിക്കാരൻ വന്നിട്ട് ഇതിൽ കിടക്കുന്ന കട്ടകളൊക്കെ അവന്റെ തൂമ്പായ്ക്കൊന്ന് അല്ലെങ്കിൽ ചെത്തി ഉടച്ചിടുവാനിടയാകും. ഉടച്ച് നല്ലവണ്ണം ഒരു സമഭൂമിയാക്കി നല്ലൊരു കണ്ടമാക്കിയതിനു ശേഷം വിത്തുകാരൻ വിത്തുമായി കിടന്നു പോകും. അവനറിയ ഈ കട്ടയുടെ ഇടയിൽ വീണ് ഒന്നും നേരെ വരത്തില്ല. അതുകൊണ്ട് കട്ട വന്ന് ഉടഞ്ഞ ഇതിനകത്ത് വീണതല്ല 30 മേനിയല്ലേ 60 മേനിയല്ലേ 100 മേനി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന നല്ല കണ്ടക്കാരൻ അതിന്റെ അനുസരിച്ച് വിത്ത് വിതയ്ക്കാൻ തയ്യാറാകും. ഇന്ന് പൽക്കാലം കേൾക്കുന്നത് നിന്റെ കാത് തുറക്കട്ടെ. ഓ ഹല്ലേലൂയ. കേൾക്കുന്നത് നിന്റെ കാത് തുറക്കട്ടെ. കണ്ണുള്ളവനൊക്കെ കാണട്ടെ, കാതുള്ളവനൊക്കെ കേൾക്കട്ടെ. ദൈവത്തിന്റെ ന്യായപ്രമാണം ഹല്ലേലൂയ അതിന്റെ അത്ഭുതം കാണാൻ, കണ്ണ് തുറക്കപ്പെടാൻ പഠിപ്പിച്ച യേശുവിനെ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അവന്റെ പേര് യഹോവയാകുന്നു. ആ യഹോവയിൽ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ആ യഹോവയിൽ നിങ്ങൾക്ക് വിഷയത്തിന് മറുപടിയുണ്ട്. ആ യഹോവയിൽ നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട്. ആ യഹോവയിൽ നിങ്ങൾക്ക് ഭൗതിക നന്മ കിട്ടും, ആത്മീയ നന്മ കിട്ടും. നിന്റെ ബന്ധനങ്ങൾ അഴിയോ, നിന്റെ രോഗം മാറും, നിന്റെ പ്രശ്നം മാറും, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറും, നിന്റെ മകന്റെ മദ്യപാനം മാറും. നല്ല നടപ്പിലേക്ക് കൊണ്ടുവരും, ദുർനടപ്പ് വിട്ടുമാറും. ആ യേശുവിനെ നിന്റെ വീട്ടിൽ ക്ഷണിക്കണം. സോദരം ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഈ ഭൂമിയിൽ തീരുവാനുള്ള ത്യാഗമല്ല ഇത്, സ്വർഗ്ഗത്തിലേക്ക് ഹല്ലേലൂയ ആയി തീരുവാനുള്ള ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വീട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഹല്ലേലൂയ ആമേൻ സന്നിധിയിൽ ആയി എന്ന് പറയരുത്. ഒരു കാറ് കിട്ടി എന്ന് പറഞ്ഞ് ദൈവത്തോടായി എന്ന് പറയരുത്. ദൈവത്തോടാകണമെങ്കിൽ സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, വിശുദ്ധി കാക്കണം, ഹല്ലേലൂയ ഉപദേശം വേണം, അപ്പനുറുക്ക് വേണം. ഇതോടൊപ്പം നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തോട് ചേരുന്ന ഒരു കടമ്പ എന്ന് പറയുന്നത്. ദൈവത്തോട് ചേരുന്നവനെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്തു പോയ ആ യേശു കർത്താവിന്റെ നാമത്തെ ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് നന്നായിട്ടൊന്ന് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ ഒരാൾക്ക് വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം എടുത്തവർ വായിച്ചോ.
അവൻ എരികോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരൻ പ്രമാണിയും ധനവാനായ സക്കായി എന്ന് പേരുള്ള കഴിഞ്ഞില്ല, മുമ്പോട്ടോടി കയറി. പക്ഷെ ഒരു കാര്യം, അവൻ വളർച്ചയിൽ കുറിയവനാണ്. സക്കായിയെ കുറിച്ച് പറഞ്ഞാൽ അവൻ സമ്പത്തിന്റെ ഉടമയാണ്, ധനവാനാണ്. നമുക്കൊക്കെ ധനം വന്നാൽ ഒരൊറ്റ പ്രാർത്ഥനയ്ക്കും വരത്തില്ല. നമുക്ക് ഹല്ലേലൂയ ആമേൻ ആമേൻ ഇതേപോലത്തെ ധനം വന്നാൽ ഒറ്റ പ്രാർത്ഥനയ്ക്കും വരത്തില്ല. പക്ഷേ സക്കായി കാട്ടത്തീര മണ്ടയിലും കയറാൻ തുടങ്ങി. നമ്മൾ കാട്ടത്തീര മണ്ടയിലും കയറത്തില്ല, വീട്ടിലും കയറത്തില്ല, പിന്നെ റൂട്ടിലായിരിക്കും. ഹല്ലേലൂയ കിഴക്കേക്കോട്ട പോലെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പോകട്ടെ ആമേൻ. അപകടം നിൽക്കട്ടെ. അപ്പോൾ ഈ സക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ ചുങ്കം പിരിച്ച് സമ്പാദ്യം നേടിയ ഒരു മനുഷ്യനാണ്. അവൻ ഇങ്ങനെ അർഹതയില്ലാതെ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം അവന് സമാധാനം വന്നു കാണത്തില്ലെന്ന് നമുക്ക് ചിന്തിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. എന്താ കാരണമെന്നോർത്താൽ ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് സമാധാനം വരണമെങ്കിൽ സമാധാനത്തിന്റെ പ്രഭു വരണം. സമാധാനം വരണമെങ്കിൽ സമാധാനത്തിന്റെ പ്രഭു വരണം. സമാധാനത്തിന്റെ പ്രഭു നിന്റെ വീട്ടിൽ വരണമെങ്കിൽ നിന്റെ കുടുംബം റെഡിയായിരിക്കണം. ഹല്ലേലൂയ. ആദ്യം നമ്മുടെ കുടുംബനാഥൻ നേരെയാകണം. ഹല്ലേലൂയ. ഒരു വീട്ടിന്റെ തൂണായിരിക്കുന്ന കുടുംബനാഥൻ നേരെയാകണം. അവൻ ലോകത്തിൽ ആർക്കും വേണ്ടാത്തവനായി മാറിയാൽ അവിടെ യേശു വരത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വീട്ടിലെ നാഥനായിരിക്കുന്ന സക്കായി എന്ന് പേരുള്ള ആ പുരുഷനാണ് ഹല്ലേലൂയ കാട്ടത്തിയുടെ മണ്ടയിൽ കയറിയിരുന്നത്. യേശു ഇതുവഴി വരുമ്പോ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ജനത്തിന്റെ തിരക്ക് കൊണ്ട് കഴിയത്തില്ലെന്ന് അവന് മനസ്സിലായപ്പോ അവൻ കാട്ടത്തിയുടെ മണ്ടയിൽ കയറി. കാരണം അവൻ വളർച്ചയിൽ കുറിയവനായി പോയി. ഇന്ന് പൽക്കാലം നീ എത്ര പേര് ദൈവത്തോട് ചേർക്കാൻ തയ്യാറാകുക? എത്ര പേരോട് സുവിശേഷം പറയുക? സ്വന്തം വീട്ടിനകത്ത് പോലും സുവിശേഷമില്ല, പ്രാർത്ഥനയില്ലാത്ത ഹല്ലേലൂയ സമൂഹത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങൾ കേൾക്കേണ്ട ഒരു വചനമാണിത്. ഇന്ന് പൽക്കാലം ആ വചനം നിന്റെ കുടുംബത്തിനകത്ത് വീണാൽ നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ ഒന്നാമത് നിന്റെ മുമ്പേ വരേണ്ടത് നിന്റെ കുടുംബനാഥനാണ്. നിന്റെ മക്കൾ വരണം. അങ്ങനെ വരാൻ കഴിയത്തില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് ഇന്ന് വൽക്കാലം ഞാൻ ആത്മാവിൽ പ്രസ്താവിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടാൽ ആദ്യം സംഭവിക്കേണ്ട ഇതായിരിക്കും. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ചാട്ട്, എല്ലാ കരങ്ങളും ചേർത്തടിച്ച് അന്യഭാഷ ലഭിക്കപ്പെട്ട ദൈവമക്കൾ അന്യഭാഷയിൽ ആരാധിച്ചാട്ട്, അന്യഭാഷയിൽ ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. സ്നേഹം മാറിപ്പോകും. ഇന്ന് കൊണ്ടുതരുന്ന ധനം മാറിപ്പോകും. ഞായറാഴ്ച നിനക്ക് കൊണ്ടുവരുന്ന ധനം മാറിപ്പോകും. അതിനൊന്നും നിനക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു കാലം വരും. ആ കാലഘട്ടത്തിൽ സമാധാനം ഇല്ലാതെ വരും. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുമ്പോ പിന്നെ എങ്ങനെ യേശുവിനെ കാണാമെന്ന് ഒരു ചിന്ത നമ്മെ ഭരിക്കുവാൻ തുടങ്ങും. ആ ഭരണം ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ന് പൽക്കാലം ഒരു തീരുമാനമെട്. യേശുവിനെ കണ്ടിട്ട് പോകാൻ വന്നവൻ യേശു അവനെ കാണത്തക്ക നിലവാരത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ പറയണോ, എന്റെ വീട്ടിൽ ധനമുണ്ട് പക്ഷെ സമാധാനമില്ല. സമാധാനമില്ല. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കപ്പെടുന്ന നല്ല കൂട്ടാളിയാണെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ഭർത്താവ് നേരെയാകും, നിന്റെ മക്കൾ നേരെയാകും. പിന്നെ ദേശത്തിനും വീട്ടിനും സഭയ്ക്കും ഗുണമില്ലാത്തതാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. ഹല്ലേലൂയ ആമേൻ. ഇവൻ ഹല്ലേലൂയ സമ്പത്തിന്റെ ഉടമയാണ്. ധനവാനായ സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ഹല്ലേലൂയ കാട്ടത്തിയുടെ മണ്ടയിൽ കയറി മറഞ്ഞിരുന്നു. ഇതുവഴി യേശു കടന്നു വരുമ്പോ യേശുവിനെ കണ്ട് ഇവന് മടങ്ങിപ്പോകണം. പക്ഷെ യേശുവിന്റെ കണ്ണ് ഇവൻ അറിയത്തില്ല. എവിടത്തെ മറയെ നീക്കി കാണുന്ന കണ്ണുള്ളവനാണ് ഇതുവഴി വരുന്നു എന്ന് അറിയപ്പെടുന്ന ദൈവമക്കൾ അല്പസമയം അതരങ്ങളിൽ ചലിച്ച് ആരാധിച്ചാട്ട്, അല്പസമയം അതരങ്ങളിൽ ചലിച്ച് ആരാധിച്ചാട്ട്. ചുടവൽ ഹടകറബനഘടകസിയ റിബൽകബനഘടകവന വൈഡബാനഘടകസിയാന റിബൽ പ്രബിഡിയാനഘടകസിയ. ശക്തിയോടെ ആരാധിച്ച് തുടങ്ങിക്കോ, ശക്തിയോടെ ആരാധിച്ച് തുടങ്ങിക്കോ, ആത്മാവിൽ ആരാധിച്ച് തുടങ്ങിക്കോ. ഈ പൽക്കാലം ഹല്ലേലൂയ അനേകർ ഓണം ഘോഷിച്ച് ഹല്ലേലൂയ ആമേ തിടുക്ക
ഒരുക്കത്തിലുമായിരിക്കുമ്പോ വന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. ഈ ഞായറാഴ്ച നിനക്ക് അടുത്ത ആഴ്ച കിട്ടത്തില്ലേ? ആമേൻ, ആമേൻ, സ്തോത്രം. ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച നിനക്ക് കിട്ടത്തില്ലേ? ആമേൻ. ഇതിവിടെ കടന്നു പോകുന്നു, ഈ സൺഡേ ഇവിടെ കടന്നു പോകുന്നു. അടുത്തൊരു പുതിയ സൺഡേ നിനക്ക് വരും. അതും ഇതുമായി നീ ഹല്ലേലൂയ ട്രാൻസ്ലേഷൻ ചെയ്യരുത്. അതും ഇതുമായി നീ ഹല്ലേലൂയ താരതമ്യപ്പെടുത്തരുത്. ഇന്നത്തെ ദിവസം ദൈവത്തിന് കൊടുക്കാൻ, ഇന്നത്തെ ദിവസം ദൈവത്തെ ആരാധിക്കാൻ, ഇന്നത്തെ ദിവസം ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത, ഇന്നത്തെ ദിവസം ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കപ്പെടുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരകളെ തട്ടിക്കൊണ്ട് അന്യഭാഷ പ്രാപിക്കപ്പെട്ട ദൈവമക്കൾ അത്ഭുതമേറിയതിനെ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പോരാ പോരാ, എല്ലാവരും ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്, ശക്തിയോടെ ആരാധിച്ചാട്ട്, ആത്മനിറവോടെ ആരാധിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസം ദൈവത്തിന് കൊടുക്കേണ്ട ദിവസമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട ദിവസം ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. ആപത്ത് വരുമ്പോ കഴിഞ്ഞ ദിവസത്തിൽ ഒരു 11:30 മണിയായി ഞാനൊന്ന് ചെന്ന് കിട്ടുന്ന അല്പം ഒന്ന് ഉറങ്ങി വരുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്. വരുമ്പോൾ ഫോൺ എടുത്തപ്പോൾ ഭയങ്കര തുള്ളൽ ആശുപത്രിക്കകത്ത്. ഏറ്റവും ആശുപത്രിയില്ല, ഭയങ്കര തുള്ളൽ. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോ. പ്രാർത്ഥിച്ചു, ശാസിച്ചു. ഹല്ലേലൂയ, ആമേൻ. പൂർണ്ണമായി ശാന്തമായി. ആളിലെ കണ്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇവിടെ വരുന്ന വിശ്വാസികളൊന്നുമല്ല. ഹല്ലേലൂയ, ഇങ്ങനെ നമ്പർ കണ്ട് പലരും വിളിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം, പക്ഷേ യേശുവിൽ നിന്ന് സൗഖ്യം മാത്രം പോരാ, യേശുവിൽ നിന്നുള്ള ഹല്ലേലൂയ മാനസാന്തരവും കൂടി വേണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം അത് ഫലം തിരിച്ചറിയപ്പെടുന്നതായി മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഓടുന്നത് കൊണ്ട് ഫലമുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാം, നമുക്ക് താഴോട്ട് വായിക്കാം. യേശു ആ വഴിയെ വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി, സഖായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ആമേൻ. യേശു നിന്റെ വീട്ടിൽ പാർക്കാൻ ഒരവസരം ഒരുക്കി കൊടുത്തു. എങ്ങനെ? യേശുവിനെ കാണാൻ വന്നു. ജനത്തിന്റെ തിരക്ക് കൊണ്ട് കഴിയാതെ പോയപ്പോൾ കാട്ടത്തിയുടെ മണ്ടയിൽ കയറി. ആമേൻ. പക്ഷേ ഹല്ലേലൂയ, അവൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, സഖായിയെ, വേഗം ഇറങ്ങി വാ. ബന്ധപ്പെട്ടിറങ്ങി വന്നാറേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇത് പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തോട് ഏറ്റു പറയുമ്പോ ലംഘനം മറയ്ക്കുന്നവന് സുഖം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആ കരുണ ലഭിക്കപ്പെട്ടപ്പോ ഹല്ലേലൂയ സഖായിയോട് യേശു പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ യേശു വന്നാൽ അവസ്ഥകൾ മാറും, അവസ്ഥകൾ മാറും. ഒന്ന്, നിങ്ങൾ മാനസാന്തരമുള്ളവരായിരിക്കണം. മത്തായി സുവിശേഷം 3-ാം വാക്യം പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരമുള്ളവരായിരിക്കണം. നിങ്ങൾ മാനസാന്തരമുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഒരെണ്ണം പോലും മാനസാന്തരപ്പെടാതിരിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ കമ്മലും മാലയും മാറ്റിയത് വെറുതെയാകരുത്. ഓ, നീ വെള്ള ധരിക്കുന്നത് വെറുതെയാകരുത്. വെള്ള ലോകത്തിൽ 2 വിഭാഗക്കാർ ധരിക്കുന്നുണ്ട്. ഒന്ന് ശവക്കല്ലറയ്ക്ക് തുല്യമാകുന്നുണ്ട്, ഒന്ന് പർദീസയ്ക്ക് തുല്യമാകും. അത് ദൂതന്മാരെ പോലെയും സാറാപ്പുകളെ പോലെയും ഒക്കെ ആകുമ്പോൾ ഹല്ലേലൂയ വെള്ള എല്ലാവരും ധരിച്ചു. എല്ലാവരും ഹല്ലേലൂയ ആമേൻ, ആമേൻ, സ്തോത്രം ആഗ്രഹിക്കുന്നുണ്ട് എനിക്കും പോകണമെന്ന്. പക്ഷേ പോകണമെങ്കിൽ ഇതിന്റെ പിന്നാലെ ചില മറുപടികളുണ്ട്. ഇതിന്റെ പിന്നാലെ ചില മറുപടിയുണ്ട്. കൊള്ളവയ്ക്കാനും പാരവയ്ക്കാനും ഹല്ലേലൂയ സ്തോത്രം ദൂഷണം ചെയ്യാനും എതിര് പ്രാർത്ഥിക്കാനും ദുരാത്മാവിനെ ഹല്ലേലൂയ ആമേൻ വില കൊടുത്ത് മേടിക്കുവാനുമായി ഒരു ബന്ധക്കോസുകാരൻ തയ്യാറാകരുത്, ഒരു ബന്ധക്കോസുകാരി തയ്യാറാകരുത്. ആ ബന്ധക്കോസ് നാളിൽ വെളിപ്പെട്ടു വന്ന ആ ആത്മസാന്നിധ്യം നിന്റെ വീട്ടിനകത്തിറങ്ങി, നിന്റെ തലമുറയിൽ ഇറങ്ങി, നിന്റെ കുടുംബത്തിൽ ഇറങ്ങി, അത് അടയാളമായി വെളിപ്പെട്ട്, അത് അച്ചാരമായി വെളിപ്പെട്ട്, അത് മാനസാന്തരമായി വെളിപ്പെട്ട്, അത് രൂപാന്തരമായി വെളിപ്പെട്ട് കണ്ടാൽ നീ ഒരു ദൈവ പൈതൽ എന്ന് പറയാ. ഓ ഹല്ലേലൂയ, നിന്നെ കാണുന്നവർ ദൈവത്തെ കാണുമാറാകാൻ നീ ഒരു ദൈവ പൈതൽ എന്ന് പറയാ. നല്ല നടപ്പ് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. കല്യാണ വീട്ടിൽ പോകുമ്പോ കരി വരയ്ക്കുന്ന സ്വഭാവം മാറ്റണം. കല്യാണ വീട്ടിൽ പോകുമ്പോ പൊട്ടിടുന്ന
സ്വഭാവം മാറ്റണം. ആരാധിക്കാൻ പോകുമ്പോ ഇതെടുത്ത് വയ്ക്കൂലേ? അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോ എന്നെ 4 പേര് കണ്ടാൽ എന്നെ അല്ലെങ്കിൽ പന്തിയിൽ ഇരുത്തണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണമെന്ന് ആഗ്രഹിക്കുന്നതല്ല മാനസാന്തരം. വലിച്ചെറിഞ്ഞതിനെ തിരിച്ചു നോക്കരുത്. നല്ല രാമയെ പറഞ്ഞാട്ട്, നല്ല രാമയെ പറഞ്ഞ തുടങ്ങിക്കോ, നല്ല രാമയെ പറഞ്ഞു തുടങ്ങിക്കോ. മാനസാന്തരത്തിന്റെ ഗുണമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരാണ് ദൈവമക്കൾ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു ദിവസം വരച്ചാൽ കുഴപ്പമില്ലേ? ഒരു ദിവസം പൊട്ടിട്ടാൽ കുഴപ്പമില്ലേ? ഒരു ദിവസമല്ല, നീ കരം കൊണ്ട് എടുക്കുന്നത് തന്നെ കുഴപ്പമാണ്. ഹല്ലേലൂയ. നീ നോക്കുന്നത് തന്നെ കുഴപ്പമാണ്. ഹല്ലേലൂയ. ഛർദ്ദിച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്. ദൈവസന്നിധിയിൽ വിട്ടതിനെ എടുക്കരുത്, ഉപേക്ഷിച്ചതിനെ എടുക്കരുത്, വേണ്ട ജോലി ചെയ്യരുത്. മാനസാന്തരം നമുക്ക് ഫലമായി മാറട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ആമേൻ. യേശു സക്കായിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. യേശു സക്കായിയുടെ വീട്ടിൽ പാർക്കുവാൻ കാരണമുണ്ട്. അവന്റെ ഒരു ഏറ്റുപറച്ചിലാണ്, അവന്റെ ഒരു ഏറ്റുപറച്ചിലാണ്. അർഹതയില്ലാതെ ഞാൻ വാങ്ങിയ സമ്പാദ്യങ്ങളെ ഞാൻ 4 മടങ്ങ് മടക്കി കൊടുക്ക്, എന്റെ വസ്തുവകകളെ പകുത്തു കൊടുക്ക്. ഇതെല്ലാം പറഞ്ഞ് ഒരു ഏറ്റുപറച്ചില്, ഒരു മാനസാന്തരം. ഇതൊക്കെ ഞാൻ മടക്കി കൊടുക്ക്. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയോ അതെല്ലാം ഞാൻ തിരിച്ചു മടക്കി കൊടുക്കും. ഏറ്റുപറച്ചിലിന്റെ ഒരു അടയാളം വെളിപ്പെട്ടു. അവനോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സുഡമ റബൽകമന വൈഡേ റിബനം ഘടകം അടഗമന റിവൽ പ്രവിഡിമന ഘടകസിയ റബന ഘടകമന ഘടക റിവൽകമന ഘടകമന അടഗമാന ഘടകൽക്കരാരി റിവൽകമാന ഘടകസിയ റിവൽ പ്രവിഡിമാന ഘടകസിയ. നീ അറിയാത്ത സമയത്ത് നിന്റെ ഒരു ദൈവം പറയും വീട് പണി തുടങ്ങാൻ. നീ അറിയാത്ത സമയത്ത് ദൈവം പറയും നിനക്ക് 2 വീലർ എടുക്കാൻ. നീ അറിയാത്ത സമയത്ത് ദൈവം പറയാ നിനക്ക് നല്ല നന്മ ഞാൻ തരാൻ പോകുന്നു. അത് ചിന്തിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യുന്നതമായ നന്മയായി മാറും. കാരണം മാനസാന്തരമുള്ള വ്യക്തിക്ക് ഫലം ഉണ്ടാകുമെന്നുള്ളത് വേദപുസ്തകത്തിന്റെ തെളിവാണ്, വേദപുസ്തകത്തിന്റെ അടയാളമാണ്. അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം, അനുസരിക്കുന്ന ദൈവമക്കൾക്കറിയാം, ഇതെനിക്ക് വാഗ്ദത്തമാണ്. എല്ലാ കരങ്ങളും അടിച്ച് ചില നിമിഷം തുതിച്ച് തുടങ്ങിക്കോ, തുതിച്ച് തുടങ്ങിക്കോ, തുതിച്ച് തുടങ്ങിക്കോ. ചെങ്കടൽ പൊങ്ങി വന്നോട്ടെ, തിരമാലകൾ ആർത്തിരുമ്പിട്ട് അടിച്ചോട്ടെ, കാറ്റിന്റെ ഗതി വർദ്ധിച്ചോട്ടെ, പടകിന് ഉലച്ചിൽ വന്നോട്ടെ, പക്ഷെ തകരാത്ത ഒരുവൻ അകത്തുണ്ട്. വിശ്വസിച്ച് തുടങ്ങ്, വിശ്വസിച്ച് തുടങ്ങ്. ഈ പോൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുക, ജയം പ്രഖ്യാപിക്കുക, ജയം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കള്ളന്മാർക്ക് കൂട്ടു നിൽക്കരുത്, നമ്മൾ തെറ്റ് ചെയ്യുന്നവരെ ന്യായീകരിക്കരുത്. ഈ സ്വഭാവം നമുക്ക് പറ്റിയതല്ലേ, അത് പല ബന്ധക്കോസുകാർ ചെയ്യും, പക്ഷെ നമ്മൾ ചെയ്യരുത്. നമ്മൾ ദൈവമക്കളായിരിക്കുവാൻ തയ്യാറാകണം. സൗമ്യ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ. അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ ഹല്ലേലൂയ, ആമേൻ, വയറുവേദനയാൽ ഭാരപ്പെട്ടു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു മുഴ ഉണ്ട് എന്ന് കേൾക്കുവാനിടയായി. പക്ഷേ അവരുടെ വിശ്വാസം ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതേ സംബന്ധിച്ച് അവരൊരു വലിയ ആളാണെങ്കിൽ ഹല്ലേലൂയ ഇതിനെടുക്കാൻ തയ്യാറാകത്തില്ല. അവർ വിചാരിക്കും ആദ്യം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ അതോറിറ്റിയിൽപ്പെട്ടതാണ്, അവരുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അതെടുത്തിട്ട് അവർ നേരെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഞങ്ങൾ കടന്നുപോയി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തപ്രകാരം ആ കുഞ്ഞിനെ ദൈവം വിടുവിച്ചു കഴിയുമ്പോൾ ഇന്ന് പോൽക്കാലം നിനക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ, നിന്റെ അകത്താണോ മുഴ, നിന്റെ പുറത്താണോ മുഴ, ഇന്ന് പോൽക്കാലം അതെല്ലാം പൊട്ടാൻ പോവുകയാണ്, അതെല്ലാം പൊട്ടാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 5 കിലോ 6 കിലോ ഹല്ലേലൂയ കിലോ കണക്ക് മുഴകൾ മാറിയ വ്യക്തികൾ ഈ ആലയത്തിനകത്ത് എണ്ണിയാൽ തീരാത്തവരുണ്ട്, എണ്ണിയാൽ തീരാത്തവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയണ്ട്, ഒരൊറ്റ പ്രാർത്ഥന, ഒരേ ഒരു ദിവസത്തെ പ്രാർത്ഥന, ഒരേ ഒരു നിമിഷത്തെ പ്രാർത്ഥനയിൽ എത്രയെങ്കിലും ട്യൂമർ മാറിയ വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഒരു പാരസിറ്റമോൾ ഗുളിക പോലും കഴിക്കാതെ ഹല്ലേലൂയ എക്സ്റേ എടുത്തു, സ്കാനിങ് എടുത്തു, എല്ലാം കൊണ്ടുവച്ചുകൊണ്ട് കരഞ്ഞ പലരും ഇതിനകത്ത് ഉണ്ട്. പക്ഷേ അവരിന്ന് ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടി ഓടുമ്പോ അത് വലിയ ദുഃഖം നമ്മളെ ഹല്ലേലൂയ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് പറയാം, ഇവരെ കണ്ടുകൊണ്ടല്ല നമ്മളെ വിളിച്ചത്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ വർണ്ണിപ്പാൻ അവൻ നമ്മെ വീണ്ടും നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥന നിർത്തരുത്. കള്ളന്മാരും കൊള്ളസംഘക്കാരും പാർക്കുന്ന ലോകത്തിൽ കൂടി കടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്.
വിശുദ്ധിയുള്ള ഇടത്ത് പോയി പ്രാർത്ഥിക്കണം. സഭയുടെ പേര് പറഞ്ഞല്ല, സംഘടനയുടെ പേര് പറഞ്ഞല്ല, ആത്മാവിൻ്റെ വരമുള്ളിടത്ത് പോയി പ്രാർത്ഥിക്കണം. അതാണ് ദൈവം പഠിപ്പിച്ച ആരാധന. ഹല്ലേലൂയ, ആമേൻ ആമേൻ. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും കഴിയും, പ്രസംഗിക്കുവാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ദൈവത്തിന് സന്നിധിയിൽ വിശുദ്ധിയും വേർപാടും കാത്ത്, വിശ്വാസം കാത്ത് ജീവിക്കാൻ എല്ലാവർക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കഴിയും. ഞാൻ പറയുന്നു വീണ്ടും, പ്രസംഗിക്കുവാൻ എല്ലാവർക്കും കഴിയും, പാടുവാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ വിശുദ്ധിയും വേർപാടും കാത്ത് വിശ്വാസത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും കഴിയത്തില്ല. എല്ലാവർക്കും കഴിയത്തില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഈ നിരന്ന് കിടക്കുന്ന ഭൂമിയിൽ കാണുന്നതിന് എല്ലാം ഹല്ലേലൂയ കണ്ണ് പറയുന്നു, ഇഞ്ഞു കൊണ്ടുവാ, ഇഞ്ഞു വാ, ഇഞ്ഞു വാ എന്ന് പറഞ്ഞ് നമ്മളെ മാടി വിളിക്കുമ്പോ നീ പറയണ, ഓ എന്റെ കണ്ണിനൊരു മാനസാന്തരമുണ്ട്, എന്റെ കൈക്കൊരു മാനസാന്തരമുണ്ട്, എന്റെ കാലിനൊരു മാനസാന്തരമുണ്ട്, എന്റെ അവയവങ്ങൾക്കൊരു മാനസാന്തരമുണ്ട്. എന്റെ അവയോഗത്തിൽ കൂടി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ട് ഇതിനെ എല്ലാം ചെത്തി മെരിക്കാൻ പണിതെടുത്ത ഒരു മാനസാന്തരമുണ്ട്. അതുകൊണ്ട് കാണുന്നതല്ല എന്റേതല്ല. നല്ല രാമയെ പറഞ്ഞു തുടങ്ങ്, നല്ല രാമയെ പറഞ്ഞു തുടങ്ങ്. സമ്പാദിച്ചു കൂട്ടിയത് സക്കായി പറയോ, ഇതെന്റേതല്ല. സ്തോത്രം പറ, സ്തോത്രം പറ. നല്ല രാമയെ പറഞ്ഞു തുടങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇന്ന് പൽക്കാലം ചില കൽപാത്രങ്ങൾ നിറയാൻ പോകുന്നു, ചില കൽപാത്രങ്ങൾ നിറയാൻ പോകുന്നു, ചില കൽപാത്രങ്ങൾ നിറയാൻ പോകുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ബന്ധനങ്ങൾ പൊട്ടുന്ന കാഴ്ച ഞാൻ കാണുകയാണ്, ചില ബന്ധനങ്ങൾ പൊട്ടുന്ന കാഴ്ച. ഇതിനകത്ത് ആരോ ഒരു കുടുംബം ഭാരത്തോടെ ഇരിക്കുന്നുണ്ട്. കെട്ടുകൾ പൊട്ടുകയാണ്, കെട്ടുകൾ പൊട്ടുകയാണ്. നിന്റെ ഭാരമേറി വരുമ്പോ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നു എങ്കിൽ നിന്നെ വിടുവിക്കാൻ തമ്പുരാൻ ദൂതനെ അയച്ചിട്ടുണ്ട്. നിന്നെ വിടുവിക്കാൻ ദൂതനെ അയച്ചിട്ടുണ്ട്. നിർത്തരുത്, നിർത്തരുത്. ഇനിയുള്ള ടൈം അത്രയും പ്രസന്റ് ആകുക, ഇനിയുള്ള ടൈം അത്രയും പ്രസന്റ് ആകുക. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. മറിയയ്ക്കും മാർത്തയ്ക്കും ഹല്ലേലൂയ വേദന വരുന്ന സമയം സഹോദരൻ മരണപ്പെട്ടു, അവൻ കല്ലറയ്ക്കുള്ളിലായി. അപ്പാ നാളിൽ യേശു വരും, ആ 4-ാം നാളിൽ യേശു വരും. അവൻ മരിച്ചടക്കപ്പെട്ട 4-ാം നാളിൽ കല്ലറയ്ക്ക് മുമ്പിൽ യേശു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഹല്ലേലൂയ, ആമേൻ, ആമേൻ, നിന്ന് ഉരുകുകയായിരുന്നു ബന്ധ്. ഹല്ലേലൂയ, തൊണ്ടയൊക്കെ തന്നെ കടയാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. നമ്മളെ പോലെ രണ്ട് തല്ലും കിട്ട് ഇരുന്നാൽ കല്ലേലി കാര്യം നടക്കത്തില്ലേ. ഹല്ലേലൂയ, സ്തോത്രം. തമരുകാരന്റെ ജോലി തമരടിക്കുക, വെടിവെക്കുക, അതിനെ പീസ് വീക്കാക്കി മാറ്റുക എന്നതുപോലെയാണ് വിളിക്കപ്പെട്ടവന്റെ ജോലി. പ്രശ്നത്തെ കണ്ട് മാറി നിൽക്കുക, പ്രശ്നത്തെ കണ്ട് പീസാക്കുക, പ്രശ്നത്തെ പീസാക്കുക, പ്രശ്നത്തെ കണ്ട് ഉടയ്ക്കുക, പ്രശ്നത്തെ കണ്ട് മാറി നിൽക്കുകയല്ല. വിളിക്കപ്പെട്ടവന്റെ ജോലി പ്രശ്നത്തെ ഉടച്ചു കളയാൻ എത്ര പേര് ഇത് തയ്യാറുണ്ടോ? അവർക്ക് ഉടമാല ധീരമാല വൈഡമാന റോമാന ഹഡകമാന പൊട്ടിയിരിക്കുന്നത് പൊട്ടിരി ഒരു തമരുകാരനെ പോലെ നിന്നെ ഞാൻ ഇതാ പുറത്തു കൊണ്ടുവരുന്നു. ചിലരോടൊക്കെ ആത്മാവ് പ്രവചിച്ച് തുടങ്ങുന്നുണ്ട്, ചിലരോടൊക്കെ പ്രവചിച്ച് തുടങ്ങുന്നുണ്ട്. ചില കള്ളന്മാർ വീട്ടിലൊക്കെ തുറങ്ങുമ്പോ വന്ന ദൈവഭക്തന്മാരുടെ നല്ല നടപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധിച്ചോ. ദൈവാത്മാ പറയുന്നു, നിന്നെ ഞാൻ ഒരു തമരുകാരനെ പോലെ ചിലതിനെ താഴ്വരയിലാക്കാൻ, ചില പർവ്വതങ്ങളെ തവിടുപൊടിയാക്കാൻ, ചില കുന്നുകളെ ഇടിച്ചു മെതിക്കാൻ നിന്റെ അഭിഷേകമുള്ളവനാക്കി ഇതാ പുറത്തു കൊണ്ടുവരുന്നു. പോരാ മോനെ, പോരാ പോരാ പോരാ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, നീ ആരാധിക്കുമ്പോൾ തന്നെ ചിലത് പൊട്ടുകയാണ്, ചിലത് പൊട്ടുന്നു. വെൽക്കം വെൽക്കം വെൽക്കം. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമാക്കും, നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം പുറത്തു പോകും. ഭൂതങ്ങൾ അലറുന്ന കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ഭൂതങ്ങൾ അലറുന്ന കാഴ്ച, ഭൂതങ്ങൾ അലറുക, ഭൂതങ്ങൾ അലറുന്ന കാഴ്ച കാണുന്നു. ചങ്ങലകൾ ഊരുന്നു, ചങ്ങലകൾ ഊരുന്നു. Come out, come out, come out, come out, come out. Yes, in the name of Jesus, in the name of Jesus. ചില കെട്ടുകൾ പൊട്ടി മാറുന്നുണ്ട്, ചില കെട്ടുകൾ പൊട്ടുന്നു. ദൈവാത്മാവ് പറയും, ദേശത്തിലെ കുടിയിരിപ്പിന്റെ മേൽ നിനക്ക് ഞാൻ ഒരു അധികാരം തന്നിട്ടുണ്ട്. നീ അത് കാണുന്നുണ്ടോ? നീ അത് അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ഇപ്പോൾ ഉത്ഭവിക്കുക, അത് ഇപ്പോൾ ഉത്ഭവിക്കുക, അത് പ്രമാണത്തിൽ നിന്ന് ഉത്ഭവിക്കുക. ചിലതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ചിലതൊക്കെ സംഭവിക്കുന്നു.
ഓ റഗൽകമാന വൈഡയാന റിബൽകമന വൈഡപ്രവിഡിയ റബനെ റബൽകമന ഗഡഗസിയ റിബന ഗഡഗമാനം വൈഡമാന ഗഡഗസി അടഗ മനയ റബനെ റിബനം. ഓഹോ, ഞാൻ അധികാരത്തിലേക്ക് വരിക, അധികാരത്തിലേക്ക് വരിക, അധികാരത്തിലേക്ക് വരിക. അധികാരത്തിന്റെ വാളെടുത്ത് ശത്രുവിനോട് പടപെരുതാൻ നിനക്ക് അധികാരം തന്ന യേശു, അവൻ നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്റെ പക്ഷക്കാരനാ, അവൻ നിന്റെ പക്ഷക്കാരനാണ്. കള്ളം പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കള്ളന്മാരുടെ പക്ഷക്കാരനല്ല. സഭ ആരാധനയ്ക്ക് കള്ളം പറയുന്നവനെ പക്ഷക്കാരനല്ല. എന്റെയും നിന്റെയും പക്ഷക്കാരൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറുള്ള സഹോദര സഹോദരി, നിന്റെ കണ്ണെന്ന് തുറക്കുന്ന കാലമാകാൻ പോകുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ കാണുകയാണ്, യേശുവിന്റെ നാമത്തിൽ കാണുന്നു. ദൈവത്തിന്റെ ആത്മാവെന്നോട് പറയുന്നു, ഒരു മരത്തെ ചുറ്റിയതുപോലെ ചുറ്റിക്കിടക്കുന്ന ചില സർപ്പശക്തികളെ അതിനെ തകർക്കുന്ന ഒരു സന്തതിയായി തന്നെ മാറ്റാൻ പോകുക. ഇന്ന് മുതൽ നിന്നെ ദൈവം പ്രത്യേകം കാണുന്നുണ്ട്. ഒരു യേഹോവനെ കണ്ടതുപോലെ, ഒരു യേഹോവനെ കണ്ടതുപോലെ യഹോവ ചിലരെ കാണുന്നുണ്ട്. അനുഭവിക്കുന്നവർ മാത്രം കരങ്ങളെ തട്ടി, അനുഭവിക്കുന്നവർ മാത്രം കരങ്ങളെ തട്ടി അല്പസമയ സ്തോത്രം പാടുക, അല്പസമയ സ്തോത്രം പാടുക. യേശുവിന്റെ നാമത്തിൽ ഓ സ്തുതിച്ചു തുടങ്ങിക്കോ. നേരായി സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് അരുളി ചെയ്ത നാസറേയനായ യേശുവിന്റെ നാമം ഭൂമിയിലൊക്കെ ശ്രേഷ്ഠമായിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിബൽകമന ഘടക വൈഡമന റിബൽ പ്രവിടി റബൽകമന ഘടക സിയോന ഘടകം റിബനെ റിബൽ പ്രവിടി അടകൽ കനാർ ബൈബിക്കോൾ ഉണ്ടാക്കി വെച്ച അവിടത്തെ പ്രിൻസിപ്പാളിന് കിട്ടാത്ത, അവിടത്തെ പ്രിൻസിപ്പാളിന് വിവേചിക്കാൻ പറ്റാത്ത ചില വിവേചന വരം വിളിക്കപ്പെട്ട ദാസിക്ക് ദൈവം കൈമാറുകയാണ്. ചിലത് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയാം, ഹല്ലേലൂയ. ചിലതിന്റെ പൂർത്തീകരണം കാണാൻ എല്ലാവർക്കും പറ്റത്തില്ല, ചിലത് കെട്ടാൻ അറിയാം, ചിലതിനെ പ്രതിഷ്ഠിക്കാൻ അറിയത്തില്ല. ആമേൻ. എന്നതുപോലെ ചിലർ ഉണ്ടാക്കി വച്ചിട്ട് അത് ബിംബമായി ഇരിക്കുമ്പോ അതിന്റെ അകത്ത് ഊടാടുന്ന ചില കെട്ടുപൊട്ടാൻ, ചില കെട്ടുപൊട്ടിക്കാൻ, ചില ബന്ധനം പൊട്ടിക്കാൻ, ചിലതിന് ആത്മാവിന് വിവേചിക്കാൻ ദൈവത്തിന്റെ ഗ്രൈഡൻസ്, ഗ്രൈഡൻസ്, ഒരു ഹൈടെക് പവർ, ഒരു ഹൈടെക് പവർ, ഒരു ഹൈടെക് പവർ ആത്മാവിനകത്ത് കൈമാറുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും, എത്ര പേര് ആരാധിക്കും, അവരെ ഞാൻ ആത്മാവിന് സ്വാഗതം ചെയ്യുന്നു. ഓ glory, 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 glory. Yes, yes. പ്രാവശ്യം മോളെ, പ്രാവശ്യം, 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 പ്രാവശ്യം. Yes, yes, yes. Oh, hallelujah, 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 hallelujah. കഴിഞ്ഞ പകൽക്കാലം ഞാൻ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. ഹല്ലേലൂയ. ഈ സൗമ്യയുടെ തലയിൽ ഈ ഇട്ടിരിക്കുന്ന രക്തം ചെയ്യാം, വചനം ചെയ്യാം, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുക. ദൈവയുദ്ധം ചെയ്യുന്നവൻ എന്നേക്ക് നിലനിൽക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ. ശഗായി എന്ന് പറയുന്ന ധനവാനായ മനുഷ്യൻ യേശുവിനെ കാണുവാൻ വരുമ്പോൾ യേശു അവനെ കണ്ടു. അവന്റെ കുറ്റങ്ങളും അവന്റെ വിഭോയന്റുകളെ യേശുവിന്റെ മുമ്പിൽ അവൻ താഴ്ത്തി പറഞ്ഞു. അവന്റെ വീട്ടിൽ യേശു പോയി. യേശു വരണ്ടേ, യേശു വരണ്ടേ സഹോദര, യേശു വരണ്ടേ സഹോദരി. ഇനിയും മനുഷ്യന് ആവശ്യം വരും, ഇനിയും ആപത്ത് വരും. മനുഷ്യനല്ലേ നമ്മൾ, ശത്രു തേടി കാത്തിരിക്കുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, 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 ആമേൻ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ലേ. ആമേൻ. കണ്ണുള്ളവൻ കാണട്ടെ, കാതുള്ളവൻ കേൾക്കട്ടെ എന്ന് ഞാൻ വേഗത്തിൽ കിടന്നു വരികയാണ്. ആമേൻ. വായിക്കാം, ആ വാക്യം താഴോട്ട് തീർത്ത് വായിച്ചാട്ട്. സ്തോത്രം. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഒരു ലോക മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കാനുള്ള സന്തോഷം അല്ലേ, യേശുവിനെ സ്വീകരിക്കാനുള്ള സന്തോഷം. ഹല്ലേലൂയ. ഞാനും ഇവിടെ വീട് പണിതു. ഞാൻ ഞായറാഴ്ച ആരാധന മാറ്റിയില്ല, പാസ്റ്റർ പ്രെയർ മാറ്റിയില്ല, ഞാൻ ചൊവ്വാഴ്ചത്തെ പ്രെയർ പോലും മാറ്റിയിട്ടില്ല. ഞാൻ വീട് പണിയും ആലയങ്ങൾ പണിയും, ഇതിനൊന്നും ഞാൻ ആരാധന മാറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയെന്നറിയാമോ, ഞാൻ നിശ്ചയിച്ച ഡേറ്റിൽ ഹല്ലേലൂയ പാലുകാച്ചന് ഞാൻ പ്രതിഷ്ഠിക്കുവാൻ നിശ്ചയിച്ച് എന്നെ മകനിട്ട് കളിയാക്കുവാൻ തുടങ്ങി. അപ്പോൾ ഹല്ലേലൂയ പപ്പ ഇനി ഒരുപാട് പണിയുണ്ട്, ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എടാ നടക്കുമെന്നേ, നടക്കും. ഞാൻ വിശ്വാസത്തോടു കൂടി എന്ത് തീരുമാനിച്ചിട്ടുണ്ടോ അത് ആ ഡേറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ കുടിശ്ശയില്ല. എൻ്റെ ദൈവം കടക്കാരനല്ല, അവൻ കുഞ്ഞല്ലേ. അവൻ ഹല്ലേലൂയ
വിശ്വാസവും പ്രത്യാശയും നല്ല കിരീടത്തിന്റെ ഉടമയുമാണ്. എങ്കിലും നമ്മൾ മനുഷ്യനായിരിക്കുമ്പോൾ അതിവേഗത്തിൽ നമ്മുടെ ചിന്തയിൽ അല്ലെങ്കിൽ അത് പിശാച് കൊണ്ടുവരുന്നതല്ല. മനുഷ്യന്റെ ആത്മാവും നമ്മളിലുണ്ട്, മനുഷ്യാത്മാവുണ്ട്, അല്ലെങ്കിൽ ദൈവാത്മാവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചോ, ഇരുളോ ആഴത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അതിനെ പൊളിക്കാം. ഹല്ലേലൂയ മനുഷ്യാത്മാവ് ആഴത്തിൽ കിടക്കുന്നു, അതിന്റെ മീതെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ ഹല്ലേലൂയ ആമേൻ ആമേൻ മനുഷ്യനാകുമ്പോ ഹല്ലേലൂയ സ്വാഭാവിക ചിന്തയ്ക്ക് ഇത്ര കാര്യങ്ങളുണ്ട്, ഇത്ര ഭാരാബ്ദങ്ങളുണ്ട്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇതിനെ എങ്ങനെ ക്ലിയർ ചെയ്യുമെന്ന് ചിന്തിച്ചു പോകുന്നതാണ് മനുഷ്യൻ. അതിന് ഏത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്തായാലും ഹല്ലേലൂയ ആമേൻ ആമേൻ നമ്മൾ കർത്താവിന്റെ കൃപയാ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് പ്രവചിക്കുന്നവരല്ലേ, ഹല്ലേലൂയ ദൈവത്താൽ വിളിക്കപ്പെട്ടവരല്ലേ. ഇതിനപ്പുറം ഇനി ഏത് കടമ്പ കടന്നാലും ഹല്ലേലൂയ ദൈവത്താൽ വിളിക്കപ്പെട്ടവനും വിളിക്കപ്പെട്ടവനും എപ്പോഴും ദൈവത്തിന്റെ ഓറിജിൻ പൈതലാണ്, അവന്റെ പ്രിയ മക്കളാണ്. സ്തോത്രം. ആ ഡേറ്റിൽ നടന്നു സ്തോത്രം. ഹല്ലേലൂയ. വെറുതെ ഷാജി പാസ്റ്റർ ഒരു കാര്യം തീരുമാനിക്കത്തില്ല, വെറുതെ വായി കൊണ്ട് പോക്ക് പറഞ്ഞ് കളയത്തില്ല. പറഞ്ഞാൽ പറഞ്ഞത്, ചെയ്താൽ ചെയ്തത്, അത് എന്റെ തീരുമാനമാണ്. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വേല ചെയ്യുന്നവനാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഒൻപേ ട്രാഫിക് വേണം, ഒരു പ്രതിഷ്ഠ വേണം, ഒരു തീരുമാനം വേണം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും നല്ല വീടുകൾ വെച്ചവരാണ് ഇതിനകത്ത്. ഹല്ലേലൂയ സ്തോത്രം. അവരൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചു കുറ്റി ഊന്നി കോഴി കൂവുന്നവരെ കാത്തു നിൽക്കാൻ ജോത്സ്യനെ വിളിച്ചിട്ടല്ല വന്നത്, ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ ഒരു കുറ്റി ഊന്നിക്കൊടുത്ത് പ്രാർത്ഥിച്ച് അവിടെ വീടങ്ങ് പൊങ്ങുമെന്നേ, അവിടെ വീട് പൊങ്ങും ഒരു കാലഘട്ടത്തിൽ. ഹല്ലേലൂയ ആമേൻ. പക്ഷിശാസ്ത്രം പഠിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട് വെക്കുവാൻ ഹല്ലേലൂയ ഇവന്റെ അപ്പന്റെ കൂട്ടത്ത് മാമൻ ഒരു കുറ്റി വെട്ടി എന്റെ കയ്യിലോട്ട് തരും. ഞാൻ ഈ കുറ്റിയും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കും. ഹല്ലേലൂയ എന്നോട് പറയും രണ്ട് ശബ്ദം കേക്ക്, ഒന്ന് ഉപ്പൻ എവിടെ ഇരുന്നെങ്കിലും മുട്ടയിടാൻ മുക്കണമെങ്കിൽ, ഹല്ലേലൂയ രണ്ട് എവിടെയെങ്കിലും കിടന്ന് കോഴി കൂവുന്നവരെ ഞാൻ കുറ്റിയും പിടിച്ചോണ്ട് നിൽക്കണം. ഇത് കേൾക്കുന്ന സമയത്തിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് മാമൻ അവിടെ കടിക്കാറുണ്ട്. അതെല്ലാം കടന്നുള്ള കുടുംബത്തിൽ നിന്ന് വന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇതെല്ലാത്തിനും ഞാൻ എരിയുന്ന തീയിൽ മറിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് അതിലല്ല സ്ഥാനം കൊടുത്തത്. ഇന്ന് കൊടുത്ത സ്ഥാനവും മാനവും എന്റെ യേശുവിന്. നല്ലൊരാമയം പറ. നൂറുകണക്ക് വീടുകൾ പ്രാർത്ഥിച്ചു മനോഹരമാക്കി ദൈവത്തിന് സന്നിധി കാണാനിടയായിട്ടുണ്ട്. നൂറുകണക്ക് വീടുകൾ യേശുവിന്റെ നാമത്തിൽ. അതിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ ദിശയോ ശകായിക്കറിയ യേശുവിനെ ഹല്ലേലൂയ സ്വീകരിച്ച് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ട് മെയിൻ സന്തോഷം, ഒരു സന്തോഷം നമുക്കുണ്ടാകണം. എല്ലാത്തിനും സന്തോഷം ഉണ്ടാകണം. 2 ആഴ്ച കരഞ്ഞ സാക്ഷി, 3 ആഴ്ച നൃത്തം ചെയ്ത സാക്ഷി, നോ പ്രോബ്ലം. ഇത് അല്ല, എല്ലാ കാലവും ഹല്ലേലൂയ നിന്നെ നടത്തിയില്ലേ, നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരും നീടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരും നീടുമോ. നാഥൻ നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദി പറയാതിരിക്കരുത് കേട്ടോ. നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. നിന്റെ ജോലി സ്ഥലത്ത് അവൻ്റെ കടയിലിരിക്കുന്ന ബിംബം കണ്ടിട്ട് നിന്റെ സാക്ഷ്യം തീയിലിടരുത്. നിന്റെ സാക്ഷ്യം പൊങ്ങിക്കൊണ്ടിരിക്കണം. ഇത് പറയാൻ ഇതിനകത്ത് ഒരു മനുഷ്യനില്ല, ഇത് പറയാൻ ഇതിനകത്ത് ഒരു ക്യാപ്റ്റൻ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവനാണ് ദൈവ പൈതൽ. എങ്കിൽ നിന്നെ ദൈവം അവിടെ നിന്നൊരു ആയുധമാക്കി പുറത്തെടുക്കുക. എന്തായുധം? ഇരുവാൾത്തലയുള്ള വാള് പോലെ മൂർച്ചയുള്ളതാക്കി നിന്നെ പുറത്തെടുക്കുക. വീരന്റെ കയ്യിൽ അസ്ത്രം പോലെ, മണിയറയിൽ നിന്ന് പുറപ്പെട്ട മണവാളനെ പോലെ, കർത്താവിന്റെ കയ്യിലെ രാജമുടി പോലെ, ഭംഗിയുള്ള കിരീടം പോലെ തന്നെ ആക്കി തീർക്കും. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. വായിക്കാം. രക്തം ചെയ്യാൻ പറ്റുന്നു വേഗത്തിൽ. ഹല്ലേലൂയ. യേശു സഖായിയുടെ കൂടെ പോകുമ്പോൾ കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യന്റെ കൂടെ പാർക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇനി പാപം ചെയ്യാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും പാപം ചെയ്തു നടന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു നാളിൽ തിരിച്ചറിയുവാൻ നമുക്കൊരവസരം കിട്ടി.
ആ അവസരം സമയം തക്കത്തിൽ ഉപയോഗിച്ച് കർത്താവിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പാപിയായ മനുഷ്യൻ അവന്റെ പാപത്തെയാണ് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞതിന് ശേഷമാണ് യേശു അവന്റെ വീട്ടിലേക്ക് പോകുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപം മനുഷ്യൻ കേട്ടില്ലെങ്കിലും നീ ദൈവസന്നിധിയിൽ പറഞ്ഞു, നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, നീ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചു. അപ്പോൾ യേശു കേട്ടു, നിന്റെ വീട്ടിൽ വരാൻ മനസ്സ് വന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ സർട്ടിഫിക്കറ്റ് ലോകത്തിലല്ല ദൈവത്തിലാണ്. ഹല്ലേലൂയ. ലോകത്തിലല്ല ദൈവത്തിൽ കൊടുക്ക്. നിന്റെ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ, ഒറിജിനൽ അനുഭവം ദൈവത്തിന് കൊടുക്ക്. അവിടെ നിന്ന് യേശു നിന്റെ വീട്ടിലോട്ട് വരും. ഈ യേശു രക്ഷകനാണ്. ഈ യേശു വന്നാൽ ഹല്ലേലൂയ, ശാപം മാറും, ബന്ധനം മാറും, രോഗം മാറും. ഇതെല്ലാം ഇരുന്നാലും കുഴപ്പമില്ല, സ്വർഗ്ഗത്തിൽ പോകുമെന്നാണ് ചിലർ പ്രസംഗിക്കുന്നത്. വേദപുസ്തകത്തിനകത്ത് എനിക്കതറിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പുറത്തൂടി ഒരു വെള്ള സാരിയോ ഷോളോ വാങ്ങിച്ചിട്ട് ചുറ്റിയാൻ കെട്ടിയാൽ മതി. അകത്ത് സാധനം തീർച്ചങ്ങ് ഇരുന്നോളും. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. എന്താ മണ്ടത്തരമാ പഠിപ്പിക്കുന്നറിയാമോ? ആദ്യം നീ കറക്റ്റ് പൊസിഷൻ ആകണം. ആദ്യം നീ നല്ലൊരു സെറാമിക് പാത്രമായി മാറണം. ആദ്യം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പാത്രമാകണം. ചക്രത്തിനകത്ത് പാത്രമായി നീ വാർത്ത് പുറത്തെടുത്ത് നല്ലൊരു സെറാമിക്കായി മാറാൻ നിന്നെ ഇന്ന് കാലം ദൈവം ആഗ്രഹിക്കുമെങ്കിൽ അതിന്റെ വിലയല്ല നോക്കുന്നത്, പാത്രത്തിന്റെ വർണ്ണതയെ നോക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ആരെയൊക്കെ ദൈവം പണിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് ആരാധിക്കാൻ പോകുന്നു. വായിക്കാൻ താട്ട്. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകകളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലത് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. കാരണം വാങ്ങിച്ചത് 1 മടങ്ങെങ്കിൽ അത് കൊണ്ടുണ്ടാക്കിയ പലിശ അടക്കം 4 മടങ്ങ് മടക്കി കൊടുക്കും. 1 രൂപയാണ് മേടിച്ചെങ്കിൽ 3 രൂപ പുള്ളി ആ 1 രൂപയിൽ നിന്ന് സമ്പാദിച്ചെങ്കിൽ അവന്റെ ജോലി എന്ന് പറഞ്ഞാൽ പിടിച്ചു വരിക, ചുങ്കം പിരിപ്പ. അതുകൊണ്ട് മേടിച്ചത് 1 രൂപയെങ്കിൽ അവൻ ആ 1 രൂപ കൊണ്ട് എത്ര രൂപ സമ്പാദിച്ചോ അതും കൂടി മടക്കിയും കൊടുക്കും. 4 മടങ്ങ് മടക്കി കൊടുക്കും. ആ വായിച്ചോ. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ. ഏറ്റുപറ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇന്ന് ചിലർക്ക് രക്ഷ വരുന്നുണ്ടോ?